നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ നിയന്ത്രണം വിട്ടു നിൽക്കുക. ഞാൻ എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. അതാ എന്റെ അവസ്ഥ. ഡിസ്ചാർജായി ഇറങ്ങി വന്നപ്പോ ഈ വൃത്തികെട്ടവൻ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മോൾ അയാളെ കണ്ടതും മാസ്റ്റർ എന്നും പറഞ്ഞു ഓടി അടുത്ത് ചെന്നു. പിന്നെ അയാളുടെ കയ്യിൽ നിന്നൊന്ന് ഇറങ്ങി വന്നാലല്ലേ എനിക്ക് അവളെ കൊണ്ടുവരാൻ പറ്റൂ. വൃത്തികെട്ട അവസ്ഥയായി പോയി എന്റേത്. മോളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ പറ്റില്ലെന്ന് പല ആവർത്തി പറഞ്ഞു നോക്കി. മോളുടെ വാശിയാ അയാളെ ഇപ്പൊ ഈ വീടിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയത്. ഇതൊരു വല്ലാത്ത വെനയായി പോയല്ലോ മോളെ. വെറും വെനയല്ലത്, കാലി ചുറ്റിയ പാമ്പ്. അയാള് വിഷപ്പാമ്പ്. ഈ പെണ്ണിന് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ വൃത്തികെട്ടവനെ വിളിച്ച് ഇങ്ങോട്ട് വന്നത്? നാണോ ഇല്ലാതെ അവൻ വന്ന് കേറിയിരിക്കുന്നു. ഇനി അടുത്ത എന്ത് ദ്രോഹം ചെയ്യാനാണാവോ അവന്റെ വരവ്? ഇവിടെയുള്ളവര് മുഴുവൻ ആ കൊച്ചിനെ സ്നേഹിച്ചത് വെറുതെ ആയി പോയില്ലേ? കേട്ടില്ലേ? മാസ്റ്റർ മാസ്റ്റർ എന്നും പറഞ്ഞ് അവനെ താങ്ങിക്കൊണ്ട് നടക്കുക. ഇത്ര നാണം കെട്ട് അവൻ ഈ വീട്ടിലേക്ക് വന്ന് കയറണമെങ്കിൽ അവൻ എന്തോ ദുരുദ്ദേശമുണ്ട്. അവന്റെ ഉള്ളിൽ എന്ത് ദുരുദ്ദേശം ഉണ്ടെങ്കിലും അത് മനസ്സിരിക്കത്തേ ഉള്ളൂ. എന്റെ നിയന്ത്രണം വിട്ടാ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതുറപ്പാ. നിക്ക്. ഇത്ര ധൃതിയിൽ അമ്മ ഇത് എങ്ങോട്ട് പോവാ? അല്ല, കാർത്തിക് അകത്തേക്ക് കയറി വരുന്ന കണ്ടു. ആ, അതല്ല, മഴമുള്ള ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് മോളെ കാണാനായിട്ട്. വാ ഇങ്ങോട്ട്. അമ്മയ്ക്കിപ്പോ തൃപ്തിയായോ? സംതൃപ്തിയായോ? മാസ്റ്റർ മാസ്റ്റർ എന്ന് വിളിച്ച് മഴ നടക്കുന്നത് ഈ വൃത്തികെട്ടവന്റെ പുറകെയാണെന്ന് അറിഞ്ഞിട്ടും അച്ഛമ്മ അറിഞ്ഞിട്ടും അമ്മ എന്നോടത് പറയാതിരുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ലായിരുന്നോ? ഇവനാണ് മാസ്റ്റർ എന്ന് അറിഞ്ഞ നിമിഷം എന്നോട് ഒരു വാക്കമ്മ പറഞ്ഞിരുന്നെങ്കിൽ മോളുടെ സ്കൂള് തന്നെ ഞാൻ മാറ്റില്ലായിരുന്നോ? പറഞ്ഞില്ല, ഒരു സൂചന പോലും തന്നില്ല എനിക്ക്. ഇപ്പൊ എന്തായി? അവൻ എന്റെ വീടിനകത്ത് വരെ എത്തിയിരിക്കുന്നു. എല്ലാം അമ്മ കാരണം.
എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ മോളെ, അത് വിട് നീ. അതിനെക്കുറിച്ച് ഇനിയും പറഞ്ഞിട്ട് എന്താ കാര്യം? മഴമോള് സന്തോഷമായിട്ടിരിക്കണം, അതല്ലേ നമുക്ക് വേണ്ടത്. അവന്റെ കാര്യം നീ വിട്ടേക്ക്, അവൻ എവിടെങ്കിലും പോയി ജീവിക്കട്ടെ. അവ എന്നോട് ചെയ്തതൊക്കെ അമ്മ അങ്ങ് മറന്നു കളഞ്ഞോ? എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞവനവൻ. അതും കഴിഞ്ഞ കാര്യമല്ലേ, അതിനിപ്പോ പരിഹാരമായില്ലേ? ഈ ടെൻഷനിടയില് ചേച്ചി വിളിച്ചു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്നലെ കൺഫേമായി. അവൻ അന്ന് എന്തോ ചെയ്തു പോയിന്ന് കരുതി ഇപ്പൊ അതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓ, ജനിച്ച് 28 ആവും മുൻപേ അവന്റെ കൺമുൻപിൽ നിന്ന് പോയതാ അവന്റെ മോള്. ആ മകളാ ഇപ്പൊ അവന്റെ അരികിൽ എത്തിയിരിക്കുന്നത്. അതത്ര വലിയ പാപമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ലക്ഷ്മി പറഞ്ഞത് ശരി തന്നെയാ. മഴ കാർത്തിക്കിന്റെ മോള് തന്നെയാ, ആരും അല്ല എന്നും പറയില്ല. പക്ഷേ മഴയുടെ അച്ഛൻ എന്ന് പറയുന്ന ഈ കാർത്തിക് ആരാണെന്നും എന്താണെന്നും അവന്റെ സ്വഭാവം എങ്ങനെയാണെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണല്ലോ ലക്ഷ്മി. ക്ഷമിക്കാവുന്ന തെറ്റുകൾ മാത്രമാണ് അവൻ ചെയ്തതെങ്കിൽ ലക്ഷ്മിയുടെ ഭർത്താവ് മരിച്ചപ്പോ ആ ചിതയ്ക്ക് കൊള്ളി വയ്ക്കാൻ പോലും അനുവദിക്കാതെ എന്തിനാ അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്? അന്നാ മരണ വീട്ടിൽ നാട്ടുകാർ മുഴുവൻ കാണെ അവനെ ഇറക്കി വിട്ടുകൊണ്ട് ലക്ഷ്മി തന്നെയല്ലേ വിളിച്ചു കൂവിയത്, അച്ഛനെ കൊന്ന മകനാണ് നീയെന്ന്. ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന തെറ്റു മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂവെങ്കിൽ എന്തിനാ അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്? അന്നത്തെ ദിവസം അമ്മ മറന്നു കാണും, പക്ഷെ എനിക്കത് മറക്കാൻ പറ്റില്ല. ഒരു പെണ്ണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത് തെറ്റാണെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടും അമ്മയാ പറഞ്ഞത് അതിനുള്ള അവകാശം സുന്ദരിക്കാണെന്ന്, അല്ലേ? അന്ന് മകനെ തള്ളിക്കളഞ്ഞ് എന്നെ കൊണ്ട് ചിത കൊളുത്തിപ്പിച്ചത് അമ്മ അങ്ങ് മറന്നുപോയല്ലേ? അതെ, ഞാൻ മറന്നു. പിന്നെ അന്ന് ഞാൻ ചെയ്തത് അത് അന്നത്തെ മാത്രം വിഷയമാണ്. അത് ജീവിതകാലം മുഴുവൻ തലയിലേറ്റി ശത്രുത കാണിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അമ്മയ്ക്ക് എങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു? അവൻ കാണിച്ചു കൂട്ടിയതെല്ലാം മറക്കാനാവുന്നത് എങ്ങനെയാ? നോക്കു സുന്ദരി, ചത്ത് കെട്ടുപോയിന്ന് എല്ലാവരും വിധി എഴുതിയതാ. വീണ്ടും അവൻ കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോ പെറ്റമ്മയായ എനിക്ക് മനസ്സ് കല്ലാക്കി കണ്ടില്ലാന്ന് നടിക്കാനാവില്ല. കാർത്തിക് എന്റെ മകനാ. ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ചത് അവനെ. അവൻ നല്ലവനായാലും കെട്ടവനായാലും എന്റെ മകൻ തന്നെയാ. അല്ലാന്ന് പറയാൻ പറ്റുമോ നിനക്ക്? നീ ചോദിച്ചില്ലേ എനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ മാറാനാവുന്നു? ഞാൻ മാറിയിരുന്നെങ്കിൽ കാർത്തികിനെ കണ്ട ആ നിമിഷം തന്നെ എല്ലാ സത്യവും അവനോട് വിളിച്ചു പറയാറുന്നില്ലേ എനിക്ക്? എനിക്ക് പറയായിരുന്നു ഞാൻ നിന്റെ കൂടെ ഈ വീട്ടിലാ താമസിക്കുന്നതെന്ന്. മഴ അവന്റെ മകളാണെന്നും പറഞ്ഞു കൊടുക്കായിരുന്നു. ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. മാലിനിക്കും വിനീതിനും ഒപ്പം താമസിക്കുന്നു എന്ന് മാത്രമേ ഞാൻ കാർത്തികിനോട് പറഞ്ഞിട്ടുള്ളൂ.